ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 40ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. അത് വിശദമായിക്കൊണ്ട് ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ജാക്കി ഗ്രീലിഷ് ആണ്. ഈ ഇംഗ്ലീഷ് സൂപ്പർ താരത്തെ എവേർട്ടൺ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് ഗ്രീലിഷ് എവേർട്ടണിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നാണ് ഇദ്ദേഹം മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബിലേക്ക് ഇപ്പോൾ ചേക്കേറിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ഗോൾ കീപ്പറായ ഡൊണ്ണാരുമയാണ്. ഇദ്ദേഹം PSG വിടുകയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ചെൽസി ഈ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന റൂമർ ഉണ്ടായിരുന്നു. പക്ഷെ ഫാബ്രിസിയോ റൊമാനോ അത് നിരസിച്ചിട്ടുണ്ട്. ചെൽസി അവരുടെ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുള്ള ഗോൾ കീപ്പർ കൂടിയാണ് ഡൊണ്ണാരുമ. ഇനി മൂന്നാമത്തെ താരം അത് എബറേച്ചി എസെയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ടോട്ടൻഹാം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ആഴ്സണൽ കൂടി ശ്രമിക്കുന്ന ഒരു താരമാണ് എസെ. ക്രിസ്റ്റൽ പാലസ് ഒരു വലിയ തുക താരത്തിന് വേണ്ടി ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. 4 ഗർനാച്ചോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഈ താരത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അത് ചെൽസി ശക്തിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള അവരുടെ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ചെൽസിയുമായി താരം പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിരുന്നു. ഇനി അഞ്ചാമത്തെ താരം അത് ഇല്യ സബാർണിയാണ്. ഇദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി മുതൽ PSG വേണ്ടിയാണ് ഈ താരം കളിക്കുക. ബേൺമൗത്തിൽ നിന്നാണ് സബാർണി ഇപ്പോൾ PSG എത്തിയിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം അത് ലോയിസ് ബെയ്ഡ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കുന്നതിന്റെ തൊട്ടരികിലെത്താൻ ബയർ ലെവർക്യൂസന് കഴിഞ്ഞിട്ടുണ്ട്. സെവിയയിൽ നിന്നാണ് ഈ ഫ്രഞ്ച് താരം ഇപ്പോൾ ജർമ്മൻ ക്ലബിൽ എത്തുന്നത്. 7 റോഡ്രിഗോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. മാഞ്ചസ്റ്റർ സിറ്റി ഈ താരത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പെപ്പിന് താല്പര്യമുള്ള താരമാണ് റോഡ്രിഗോ. ഗ്രീലിഷിന് പുറമെ സാവിഞ്ഞോ, മക്കറ്റി എന്നിവരൊക്കെ ക്ലബ്ബ് വിടുകയാണ്. അതുകൊണ്ടാണ് റോഡ്രിഗോയെ വളരെ സീരിയസ് ആയിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇനി എട്ടാമത്തെ താരം അത് കിങ്സ്ലി കോമൻ ആണ്. ഈ താരത്തെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസർ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബയേണിൽ നിന്നും 30 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 3 വർഷത്തെ കരാറിലാണ് കോമൻ ഇപ്പോൾ സൗദി ക്ലബ്ബുമായി ഒപ്പുവെക്കുന്നത്. ഇനി 9ാമത്തെ താരം അത് കോസ്റ്റസ് സിമിക്കസ് ആണ്. ലിവർപൂളിന്റെ പ്ലാനുകളിൽ സിമിക്കസിന് ഇപ്പോൾ ഇടമില്ല. അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 10 ബ്രസീലിയൻ സൂപ്പർ താരമായ സാവിഞ്ഞോയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ടോട്ടൻഹാമിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. പുതിയ ഓഫർ അവർ നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. 70 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി സിറ്റി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനി 11ാമത്തെ താരം അത് ബാലേബയാണ്. ഈ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ ഒരുക്കമാണ്. പല യുണൈറ്റഡ് താരങ്ങളും ഈ താരത്തെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ടേംസിന്റെ കാര്യത്തിലൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ബ്രൈറ്റൺ ഈ താരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന തുക അത് വളരെ വലുതായിരിക്കും. 12 ഇബ്രാഹിമ കൊണാറ്റയുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫൻസ് ശക്തിപ്പെടുത്താൻ ചെൽസി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ലിവർപൂൾ താരമായ കൊണാറ്റയിൽ ഇപ്പോൾ ചെൽസി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 40 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ നൽകാൻ ചെൽസി തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. 13 ബ്രാൻഡൻ വില്യംസുമായി ബന്ധപ്പെട്ടതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻഡറായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും ശ്രമിച്ചിരുന്നു. ഒടുവിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ഹൾ സിറ്റി വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. 14 ജാഡൻ സാൻജോ. ഇപ്പോഴും അനുയോജ്യമായ ഒരു ക്ലബിനെ കണ്ടെത്താൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടില്ല. യുവന്റസ്, ബൊറൂസിയ ഡോർട്ട്മുണ്ട് റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ പുരോഗതി ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തുർക്കിയെ ഇപ്പോൾ താരം പരിഗണിക്കുന്നു എന്നാണ് വാർത്തകൾ. തുർക്കിഷ് ക്ലബിലേക്ക് സാൻജോ പോവാനുള്ള സാധ്യതകൾ ഉണ്ട്. 15 ലിയാൻഡ്രോ ട്രൊസാർഡ്. ഈ ആഴ്സണൽ താരത്തെ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആർട്ടറ്റ അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല. 16 മാർക്ക് ഗ്യൂഹിയാണ്. ലിവർപൂൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരമാണ് ഗ്യൂഹി. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടി താരത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവർ താരത്തെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 17 കീറൻ ട്രിപ്പിയർ. ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഇദ്ദേഹം. ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 18 റാസ്പഡോറി. നാപ്പോളിയുടെ താരമായ ഇദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 26 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. ഇനി 19ാമത്തെ താരം അത് ഇസാക്കാണ്. വലിയ തുക ലഭിക്കാതെ ഇദ്ദേഹത്തെ കൈവിടില്ല എന്ന ഒരു നിലപാട് ന്യൂകാസിൽ യുണൈറ്റഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 150 മില്യൺ യൂറോയും പുറമെ ബോണസുമാണ് ന്യൂകാസിൽ യുണൈറ്റഡ് താരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്.
20 ജെയിംസ് മക്കറ്റിയാണ്. ഈ മാഞ്ചസ്റ്റർ സിറ്റി താരത്തിന് വേണ്ടി പല ജർമ്മൻ ക്ലബ്ബുകളും ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല. കാരണം ഇദ്ദേഹം പ്രീമിയർ ലീഗിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുകയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.